പാർട്ടി ഒരു പരാതിയോ ആരുടെയെങ്കിലും ഒരു കംപ്ലൈൻറ്റോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ്. സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ, കേസുകൾ CPM-ൽ വന്നപ്പോഴൊക്കെ CPM ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മായി ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ്. കോടതി ഇന്ന് വിധി പറയുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. പുതിയൊരു പരാതി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. CPM സമാന സ്വഭാവമുള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ്. അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നിഷേധിച്ചോ? ബഹളം ഉണ്ടാക്കാ, വെതുക്കെ പറഞ്ഞാൽ മതി. അല്ല, അത് നേതൃത്വം അപ്പം തന്നെ KPCC പ്രസിഡന്റ് ആ പരാതി DGPക്ക് അയച്ചു കൊടുത്തു. അതാണ് അതിൻ്റെ ഏറ്റവും നടപടിക്രമം. അതാണ് ഇത്തരമൊരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അറിയിക്കണോ എന്നുള്ളതാണ് നിയമം. ഈ ഗുരുതരമായിട്ടുള്ള സ്വാഭാവികമായി ഇപ്പോൾ സസ്പെൻഷനിൽ മാത്രമാണ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത്തരം നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവന് ചോദ്യമില്ല. ആരുടെ ചോദ്യമുണ്ട്? എവിടെ ചോദ്യമുണ്ട്? ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ? CPM-ലുള്ള എത്ര MLA-മാരുടെ പേര് ഇത്രയും കേസുകളുണ്ട്. എന്തെങ്കിലും നടപടിയുണ്ടോ? പാർട്ടി കോടതിയല്ലേ അന്വേഷിച്ചത്? തീവ്രത അളക്കുകയല്ലേ ചെയ്തത്? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുള്ള ആർജവം ഞങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിലെന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ. കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. മുരളീധരൻ അടക്കം പറഞ്ഞത് പുകഞ്ഞ പുള്ളി പുറത്തേക്ക് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി പരാതികൾ KPCCക്ക് മുൻപ് ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല. K. സുധാകരൻ പ്രസിഡന്റായ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതാണ് ശരി. ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി നൈന എന്ന് പറഞ്ഞ യൂത്ത് രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും പരാമർശമുണ്ട്. ഈ ഫെനി നൈനാൻ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നടപടി ഫെനി നൈനാനെതിരെയും വേണ്ടേ? രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊണ്ടുപോയതും എനിക്കറിയില്ല ആരാ ഫെന്നിയെന്നോ എനിക്കറിയില്ല. അതൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റുമോ? 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതാര് 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം. അപ്പം അത് നോക്കണ്ട, പരിശോധിക്കുമല്ലോ പാർട്ടി പരിശോധിക്കും.
അല്ല, നിങ്ങൾ ഇപ്പോൾ ബഹളമുണ്ട തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതി തീരുമാനം വരട്ടെ. കോടതി എന്ത് പറഞ്ഞതുകൊണ്ട് ഇന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുമ്പോൾ അത് എനിക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് ആ കാര്യം ആ നിലയിലല്ല എനിക്ക് പറയാൻ പറ്റുമോ? ഏതായാലും കോടതി പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്നില്ലേ? രാഹുലിനെതിരെ ഇങ്ങനെ പരാതികൾ വരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്ന ഒരു ഘടകം. കോൺഗ്രസ് ആണ് രാഹുലിനെ MLA ആക്കിയത്. ഇപ്പോൾ ആ MLAക്ക് മേൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതി വരികയാണ്. അല്ല, പാർട്ടി അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്. പാർട്ടി അതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല. അവരുടെ പേരിൽ നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ്. അല്ല, ആ മുഖമൊക്കെ പോയില്ലേ? പാർട്ടി സസ്പെൻഡിലൂടെ മുഖം പോയില്ലേ? അപ്പം ഞാൻ പറഞ്ഞ അതാണ്, നിങ്ങൾ ഈ ചോദ്യങ്ങളൊന്നും CPM നേതാക്കന്മാരോട് ചോദിക്കാറില്ലല്ലോ.